ഇപ്പോൾ പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച നടക്കുന്നൊരു സമയമാണല്ലോ. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മാറ്റർ നമുക്കിപ്പോൾ കിട്ടും. പക്ഷേ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് കുറവാണ്. പാമ്പുകളെ പറ്റി സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളതും ഇതിനിടയ്ക്ക് വായിച്ചിട്ടുള്ളതും അറിവുള്ള ആളുകളോട് സംസാരിച്ചിട്ടുള്ളതുമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഒരുമിച്ച് പറയാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, പാമ്പ് കടി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഡേറ്റ അനുസരിച്ച് നോക്കുമ്പോൾ പാമ്പ് കടി അത്രത്തോളം വർദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ പാമ്പ് കടി കുറഞ്ഞു വരികയാണ്. പാമ്പ് കടി കുറയുന്നു എന്നുള്ളതിനേക്കാൾ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വളരെയധികം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3 അക്ക സംഖ്യയിലേക്കൊക്കെ കേരളത്തിലെ മൊത്തം പാമ്പ് കടി മരണങ്ങൾ പോകുന്ന സാധ്യതകളൊക്കെ വളരെ അപൂർവമാണ്. 2018 പ്രളയത്തിനെ തുടർന്ന് പാമ്പ് കടി കൂടുതലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴും പ്രളയത്തിന് ശേഷം പാമ്പ് കടി കൂടുതലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം മലനാട്ടിൽ നിന്നൊക്കെയുള്ള പാമ്പുകൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഒഴുകി ഈ ഒരു ഷെൽട്ടർ തേടി ഈ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലൊക്കെ കയറി കൂടുകയും ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നാട്ടിൽ പാമ്പ് കടി മരണങ്ങൾ സത്യത്തിൽ കുറവാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ പാമ്പ് കടി കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ എന്ന പോലെ പാമ്പിൻ്റെ നാടാണ് കേരളം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതേസമയം തന്നെ പാമ്പ് കടി മരണങ്ങൾ നമുക്ക് ഏതാണ്ട് പൂജ്യമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വർഷം 20 പാമ്പ് കടി മരണങ്ങളല്ല, 20-നും 30-നും ഇടയിലാണ് ഇപ്പോഴുള്ള പാമ്പ് കടി മരണങ്ങളുടെ എണ്ണം. ചില സീസണിലൊക്കെ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പൂജ്യമാക്കി മാറ്റാനായിട്ട് കഴിയും. പാമ്പ് കടിച്ച് ആരും മരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ കേരളം പാമ്പിൻ്റെ നാടാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, പാമ്പുകൾക്ക് ജീവിക്കാൻ പറ്റിയ, എല്ലാത്തരം ഉരകജീവികൾക്കും ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, കേരളം, ശ്രീലങ്ക, തായ്ലൻഡ് തുടങ്ങിയ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, പിന്നെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളുമൊക്കെ പാമ്പുകൾ പോലെയുള്ള ജീവികൾക്ക് വളരെയധികം ജീവിക്കാൻ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളാണ്. ഒന്ന്, വളരെയധികം ചൂടുള്ള, അതേസമയം തന്നെ ഈർപ്പത്തിൻ്റെ അംശം കൂടുതലുള്ള, ചൂടും ഹ്യൂമിഡിറ്റിയും കൂടുതലുള്ള പ്രദേശങ്ങളിൽ പാമ്പുകൾ ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പരശുരാമൻ്റെ കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ആളുകളും കേരളത്തിൽ പരശുരാമൻ അസംഖ്യം കാടുകളും കാവുകളും ഒക്കെ ഉണ്ടാക്കിയെന്നും അത് പാമ്പുകൾക്കായിട്ട് വീതിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയുണ്ട്. പക്ഷെ ഒരുപക്ഷെ കുറച്ച് ദശാബ്ദങ്ങളും നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാവുകളുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാവുകളിൽ പ്രതിമ വെച്ച് ഈ പാമ്പുകൾക്ക് മഞ്ഞളും ഈ പറഞ്ഞ പാലും ഒക്കെ കൊടുക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടായിരുന്നു. രസകരമായിട്ടുള്ള കാര്യം, പൊതുവെ പാമ്പ് പാല് കുടിക്കാറില്ല എന്നുള്ളതും, മഞ്ഞൾ പൊതുവെ പാമ്പിനെ ഒഫൻഡ് ചെയ്യുന്ന, പാമ്പിന് അത്രത്തോളം പാമ്പിനെ അങ്ങനെ ഒഫൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം, പാമ്പിന് കാര്യമായിട്ട് ഗന്ധം അറിയാവുന്നൊരു ജീവിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാമ്പിനെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഈ വെളുത്തുള്ളി അല്ലാന്നുണ്ടെങ്കിൽ പാൽക്കായം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ആളുകൾ, അല്ലെ മണ്ണെണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാമ്പിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത്തരത്തിലൊന്നാണ് മഞ്ഞൾ. അങ്ങനെ പാമ്പിനെ അട്രാക്റ്റ് ചെയ്യുകയോ പാമ്പിന് മഞ്ഞളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടാവുകയോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും മഞ്ഞളും പാലും ഒക്കെ നമ്മൾ അതൊരു സിംബോളിക്കായിട്ട് ഈ പറഞ്ഞ കാവുകളിൽ പാമ്പുകളുടെ പ്രതിമയൊക്കെ വെച്ചിട്ട് ആ പ്രദേശത്ത് ആരും കടക്കാതെ ഒരുപക്ഷെ ധാരാളം പാമ്പുകളെ ആ പ്രദേശത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് പാമ്പുകളുടെ ഒരു ഇക്കോസിസ്റ്റം, അല്ലെ പാമ്പുകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇത്തരം പ്രദേശങ്ങൾ ആളുകൾ കയ്യേറുകയും വീട് വയ്ക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതുകൊണ്ടും പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ആളുകൾ കടന്നെത്തി മനുഷ്യൻ പാമ്പുകൾ കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതൊക്കെ ഇടയ്ക്ക് പാമ്പ് കടി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള അമ്മൂമ്മമാരോടോ അപ്പൂപ്പന്മാരോടോ ഒക്കെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തലമുറയിൽ പല ആളുകളും പാമ്പ് കടിച്ച് മരിച്ചിട്ടുള്ളതായിട്ട് അവർ പറയും. എന്ന് മാത്രമല്ല, അവരുടെ പരിചയത്തിൽ തന്നെ ധാരാളം ആളുകൾ, പലപ്പോഴും കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകളെ പാമ്പ് കടിച്ചിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒക്കെ നോക്കുമ്പോൾ പാമ്പ് കടിച്ച് മരിച്ച അനുഭവങ്ങൾ നമുക്ക് മിക്ക ആൾക്കാർക്കും കേട്ടുകേൾവിയാണ്. നമുക്ക് നേരിട്ടൊരനുഭവം പാമ്പ് കടിച്ച് മരിച്ച ഒരാൾ ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പാമ്പ് കടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പാമ്പിനെ പറ്റിയിട്ടാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
പാമ്പ് ഒരു ശീതരക്തമുള്ള ജീവിയാണ്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശീതരക്തം, ഉഷ്ണരക്തം, ശീതരക്തം ആയതുകൊണ്ട് പാമ്പിന് ചൂടുകൾ വലിയ പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണകരമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശീതരക്തം, എന്താണ് ഉഷ്ണരക്തം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഉഷ്ണരക്തമുള്ള ജീവികളെന്ന് പറയുമ്പം മാമൽസ് ആൻഡ് ബേർഡ്സ് ആണ്. അതായത് സസ്തിനികളും പക്ഷികളുമാണ് നമ്മൾ ഉഷ്ണരക്തമുള്ള ജീവികൾ എന്ന് പറയുക. ഉഷ്ണരക്തം എന്നുള്ളത് കൊണ്ട് രക്തത്തിന് വളരെയധികം ചൂടുണ്ട് എന്നുള്ളതല്ല അർത്ഥം. താരതമ്യേന അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ ഉയർന്ന ഒരു ഊഷ്മാവിൽ രക്തത്തിൻ്റെ ഊഷ്മാവ് സ്ഥിരമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉഷ്ണരക്ത ജീവികൾ എന്ന് വെച്ചാൽ പ്രാഥമികമായിട്ടും രക്തത്തിലെ ഊഷ്മാവ് സ്ഥിരമായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ആന്തരിക ഊഷ്മാവ്, മനുഷ്യൻ്റെ ആന്തരിക ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ രക്തത്തിൻ്റെ ഊഷ്മാവാണത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇപ്പോൾ നമ്മൾ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പല രീതിയിൽ ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഒന്ന് പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാക്കിനടിയിൽ തെർമോമീറ്റർ വെച്ചിട്ടാണ് പലപ്പോഴും അത് എക്സാമിൻ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ജന്നി ബാധിച്ചിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കാര്യമായിട്ട് ഈ നാക്കിനടിയിൽ തെർമോമീറ്റർ ഇരിക്കുന്നതിനെ പറ്റി ഒരു ധാരണ ഇല്ലാതിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നാക്കിനടിയിൽ തെർമോമീറ്റർ വയ്ക്കാൻ പറ്റില്ല. കാരണം തെർമോമീറ്റർ ആൾ കടിച്ചു പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചില സമയത്തൊക്കെ നമ്മൾ കക്ഷത്തിലാണ് വെക്കുക. അതും ഒരുപക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിൽ ഈ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ ഊഷ്മാവ് വളർക്കാറുണ്ട്. മൊത്തത്തിൽ കോർ ഊഷ്മാവാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക ഊഷ്മാവാണ് നമ്മൾ അളക്കുന്നത്. അത് പ്രാഥമികമായിട്ട് രക്തത്തിൻ്റെ ഊഷ്മാവാണ്. അത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. മറ്റ് സസ്തിനികൾക്കും പക്ഷികൾക്കുമൊക്കെ ഏറിയും കുറഞ്ഞും ഏതാണ്ട് ഇതേ ഊഷ്മാവിൽ, അതായത് ചിലപ്പോൾ 38 ആയിരിക്കാം. ഉദാഹരണത്തിന് വവ്വാലുകളുടെ ശരീര ഊഷ്മാവ് മനുഷ്യൻ്റെ ശരീര ഊഷ്മാവിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പം നിപ്പയുടെ ഒരു സാഹചര്യത്തിൽ നമ്മളത് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ എപ്പോഴും പറക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ജീവികൾ ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവയുടെ ശരീര ഊഷ്മാവ് അല്പം കൂടെ കൂടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തിയറികളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും പക്ഷികൾക്കും സസ്തിനികൾക്കും ഊഷ്മാവ് സ്ഥിരമാണ്. ഊഷ്മാവ് സ്ഥിരമാകുന്നത് ഒരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ നല്ല കാര്യമാണ്. അതായത് പണ്ട് ഡൈനോസറുകളൊക്കെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകി പോകാനുള്ള ഒരു കാരണം ഡൈനോസറുകൾ ശീതരക്തജീവികളായിരുന്നു. അതിൻ്റെ ശരീര ഊഷ്മാവിനെ അതിന് പ്രതിരോധിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഊഷ്മാവ് സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഒരു വളരെ വലിയ അതിജീവന സാധ്യത നൽകുന്ന ഒരു ഘടകമാണ്. കാരണം ഏത് ഊഷ്മാവിൽ നിങ്ങളെ കൊണ്ടിട്ട് കൊടുത്താലും, നിങ്ങളിപ്പോൾ അന്റാർട്ടിക്കയിൽ പോയാലും നിങ്ങളിപ്പോൾ സഹാറ മരുഭൂമി പോയാലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ശരീരധർമ്മ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും എൻസൈംസിൻ്റെ ആക്ഷൻ, ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനം തുടങ്ങി നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷനുകളും യാതൊരു ഭംഗവും കൂടാതെ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഈ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എപ്പോഴും ഇത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിർത്താനായിട്ട് പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് നമ്മൾ അന്റാർട്ടിക്ക കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൊടും തണുപ്പാണ്. നമ്മൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പിളി വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങളോ ഒക്കെ അണിഞ്ഞ് നമ്മൾ ഊഷ്മാവിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തന്നെ കുറേ ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ശരീരം പല രീതിയിൽ ഊഷ്മാവിനെ 37ലേക്ക് ഉയർത്താനായിട്ട് നോക്കും. അതായത് അന്തരീക്ഷം നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ഊഷ്മാവിനെ ഉയർത്താൻ നോക്കും. അതിന് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെയാണ്. റെസ്പിറേഷൻ നമ്മൾ പറയുന്ന ഇന്ധനമായിട്ട് ഭക്ഷണത്തിനെ ഉപയോഗിച്ച് അതിനെ കത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഉയർത്താനായിട്ട് ശരീരം ശ്രമിക്കും. അതാണ് ഒരു കാര്യം. മറ്റ് പല രീതിയിലും ശ്രമിക്കും ശരീരം. ഉദാഹരണത്തിന് നമ്മൾ വളരെ തണുത്ത സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ഒരുപക്ഷെ മദ്യം ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആളുകൾക്ക് തോന്നലുണ്ട് മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണുപ്പറിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മദ്യം ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല, മദ്യം സാധാരണ അന്നജത്തിനേക്കാൾ വളരെ കൂടുതൽ കാലറിക മൂല്യമുള്ള ഒരു വസ്തുവാണ്. ഏതാണ്ട് ഒരു 100 ഗ്രാം മദ്യം കത്തിച്ചു കഴിഞ്ഞാൽ 700 കിലോ കാലറി ഊർജ്ജം കിട്ടും. വെള്ളം ചേരാത്ത അരിക്കകത്ത് പോലും 350 കിലോ കാലറി ഊർജ്ജമേ ഉള്ളൂ. അപ്പോൾ മദ്യം വളരെയധികം കാലറിക മൂല്യമുള്ള ഒരു വസ്തുവാണ് എന്നുള്ളത് കൊണ്ട് അത് നല്ല ഭക്ഷണമല്ല. കാരണം അതിനകത്ത് മറ്റ് വൈറ്റമിൻസോ ഒന്നും തന്നെ ഇല്ല. ഞാൻ മദ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. പക്ഷേ മദ്യം കഴിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. ഊർജ്ജം മാത്രമേ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. മദ്യത്തിൻ്റെ മറ്റ് സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലുണ്ട് താനും. എങ്കിൽ പോലും തണുത്ത കാലാവസ്ഥയിൽ മദ്യം ഉപയോഗിക്കുമ്പോൾ ഊഷ്മാവ് കൂടുതൽ ചൂട് കിട്ടും. മറ്റൊന്ന്, കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് മാംസഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, വെജിറ്റേറിയൻസിനേക്കാളും മാംസഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് കുറച്ചുകൂടെ കഴിയും. അതിനെ നമ്മൾ തെർമോജനിക് ഇഫക്റ്റ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയും. പ്രോട്ടീൻസ് കൂടുതൽ കഴിച്ചാൽ
അതിപ്പം വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്നാണെങ്കിലും പയറുവർഗ്ഗങ്ങളോ സോയാബീനോ ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രോട്ടീൻ്റെ ഒരു തെർമോജനിക് ഇഫക്റ്റ് കാരണവും ഊഷ്മാവിനെ സംരക്ഷിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമ്മളെ പിടിച്ച് വളരെ ചൂടുള്ള ഈ പറഞ്ഞ സഹാറ മരുഭൂമിയിലോ, ഇപ്പോൾ കേരളത്തിൽ പാലക്കാടൊക്കെ സഹാറ മരുഭൂമി പോലെ തന്നെയാണ്, ആ പ്രദേശങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരം പല രീതിയിൽ നമ്മുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, തണുപ്പിക്കാൻ ശ്രമിക്കും. പുറത്തുള്ള ഊഷ്മാവ് 40 ഡിഗ്രി 45 ഡിഗ്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് വ്യാപകമായി 1-2 ദിവസമൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉഷ്ണതരംഗം എന്ന് നമ്മൾ പറയുകയും ഉഷ്ണതരംഗത്തിൽപ്പെട്ട് 100 കണക്കിന് ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ശരീര ഊഷ്മാവിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ഒന്ന്, ശരീരം ഉപാപചയ പ്രവർത്തനങ്ങൾ കുറയ്ക്കും, ബേസിക് മെറ്റബോളിക് റേറ്റ് കുറയ്ക്കും ഊഷ്മാവിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ പരമാവധി ഊഷ്മാവിനെ പുറത്ത് കളയാനായിട്ട് നോക്കും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രക്തക്കുഴലുകളെ വികസിപ്പിച്ചുകൊണ്ട് വെളിയിലേക്ക് ഊഷ്മാവിനെ വളരെ കൂടുതലായിട്ട് കളയാനായിട്ട് ശ്രമിക്കും. വെള്ളം ഉപയോഗിച്ചിട്ട്, വെള്ളം ഒരു തരം നമ്മുടെ ശരീരത്തിലെ ഒരു ലൂബ്രിക്കൻ്റ് പോലെയാണ് ആക്ട് ചെയ്യുക. വളരെ കൂടുതൽ വെള്ളം കുടിക്കുകയും വെള്ളത്തിൻ്റെ ബാഷ്പീകരണത്തിന് വേണ്ടി ഊഷ്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് നോക്കും. മറ്റൊന്ന്, പുറത്തുള്ള വായുവിലേക്ക് ഈ ചൂടിനെ അടിച്ചു കളയാനായിട്ട് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഉഷ്ണതരംഗമുള്ള സമയത്ത് അല്ലെങ്കിൽ വളരെയധികം ചൂടുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളതും, ഊഷ്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഈ ഇറുക്കം കുറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നും, ഇരിക്കുന്ന മുറിയുടെ ജനലും വാതിലും ഒക്കെ തുറന്നിടണമെന്നും, AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ AC ഇട്ടിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ശരീരത്തിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ശരീരത്തിനെ ഊഷ്മാവിനെ സൂക്ഷിക്കാനായിട്ട് ശരീരത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കാരണവശാൽ പ്രധാനമായിട്ട് ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞാൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ശരീരത്തിന് ഊഷ്മാവിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ തന്നെ ശരീരത്തിന് കഴിയില്ല. ആരോഗ്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ, ഗർഭിണികൾ, പ്രായാധിക്യമുള്ള ആളുകൾ, മറ്റു രോഗങ്ങളുള്ളവർ, ഇവർക്കൊക്കെ ഈ പറഞ്ഞ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രാഥമികമായിട്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരുമ്പോൾ ഹൈപ്പർ തെർമിയ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോവുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ താളം തെറ്റുകയും ഒരുപക്ഷെ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ 2 എക്സ്ട്രീം സാഹചര്യങ്ങൾ, അതായത് ശരീരത്തിന് ഊഷ്മാവിനെ സംരക്ഷിക്കാൻ കഴിയാതെ ഈ ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ ഊഷ്മാവ് തളർന്ന് മരിച്ചു പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ പുറത്തേക്ക് കളയാൻ കഴിയാതെ ഹൈപ്പർ തെർമിയ അല്ലെങ്കിൽ വളരെയധികം ചൂട് കൂടി ഈ ആൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത എന്നിവ ഒഴിച്ചാൽ ബാക്കി സാഹചര്യങ്ങളിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഉഷ്ണരക്തജീവികളുടെ വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ജീവികൾ പരക്കെ അങ്ങ് മരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. കുറച്ച് ആളുകൾ ഒരുപക്ഷെ അപകടപ്പെട്ടു പോകാമെങ്കിൽ പോലും ജീവിവർഗം ഒന്നും ഇല്ലാതെയായി പോവില്ല. അതാണ് ഉഷ്ണരക്തം ഉണ്ട് എന്നുള്ളത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പക്ഷേ ശീതരക്തം അങ്ങനെയല്ല. ശീതരക്ത ജീവികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം അന്തരീക്ഷ ഊഷ്മാവിനനുസരിച്ച് അവരുടെ രക്തത്തിൻ്റെ ഊഷ്മാവ് മാറും എന്നുള്ളതാണ്. അതൊരു പാമ്പിനെ പിടിച്ച് നിങ്ങൾ അന്റാർട്ടിക്ക കൊണ്ടുവിട്ടാൽ കുറച്ച് നേരത്തിനുള്ളിൽ പാമ്പിൻ്റെ രക്തം ഐസ് പോലെ ആയി പോകും. പാമ്പിന് പിന്നെ ജീവിക്കാൻ പറ്റില്ല. പാമ്പിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താളം തെറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകളെ നമ്മൾ സഹാറ മരുഭൂമി കൊണ്ടിട്ടാൽ, സഹാറ മരുഭൂമിയിൽ അവിടുത്തേതായിട്ടുള്ള പാമ്പുകളുണ്ട്, അല്ലാതെ നമ്മുടെ നാട്ടിലെ പാമ്പുകളെ കൊണ്ട് അവിടെ ഇട്ടാൽ അതും ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഊഷ്മാവിൽ വളരെ വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ജീവിവർഗം തന്നെ ഇല്ലാതെയായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഊഷ്മാവിനെ അവർക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രസകരമായിട്ടുള്ളൊരു കഥ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കാം. അതായത് ഇപ്പോഴും പറയാറുണ്ട്, ഈ തവളയെ നമ്മൾ പിടിച്ചൊരു വെള്ളത്തിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ തവള ചാടി പോവില്ല, മറിച്ച് തവള അതിനകത്ത് ചത്തിരിക്കും എന്ന് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് ആ കഥയിൽ ഒരല്പം അതിശയോക്തി ഉണ്ടാകാമെങ്കിലും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറഞ്ഞ ഊഷ്മാവ് വളരെയധികം വർദ്ധിക്കുന്നതനുസരിച്ച് വർദ്ധിച്ച് വരുമ്പോൾ തവളയുടെ ശരീരത്തിലെ ഈ രക്തം എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ശരീരദ്രാവകത്തിൻ്റെ ടെമ്പറേച്ചറും ഈ പറയുന്നത് പോലെ വർദ്ധിച്ച് വരും. അതിൻ്റെ ശരീരപ്രവർത്തനങ്ങൾ പതിയെ നിശ്ചലമാവും. തവളയ്ക്ക് പ്രത്യേകിച്ച് അത് പെട്ടെന്ന് പെർസീവ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തവള പോലെ തന്നെയാണ് മറ്റു ജീവികൾക്കും. എന്നാൽ ഊഷ്മാവ് മാറുന്നതനുസരിച്ച് അവയ്ക്ക് ശരീരം ധർമ്മപ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ സ്വയം ചില രീതികളുണ്ട്. അതിലൊന്ന് മാളങ്ങളുടെ വളരെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഊഷ്മാവ് കൂടുമ്പോൾ പലപ്പോഴും പാമ്പുകൾ ചെയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങുകയല്ല, കാരണം പുറത്ത് അതിനേക്കാളും ചൂടാണ്. മണ്ണിനടിയിൽ ചൂട് കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ മാളത്തിനകത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത അവരുടെ ഹൈബർനേഷൻ നമ്മൾ പറയും. അതായത് പുറത്തിറങ്ങി ഇരപിടിക്കാനുള്ള പ്രവണതയൊക്കെ കുറച്ചിട്ട് ഒരല്പം ഒതുങ്ങി ഇരിക്കുക എന്നുള്ളതാണ്.
ഒതുങ്ങിയിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് ഒതുങ്ങിയിരുന്നാൽ ഊഷ്മാവ് വളരെയധികം കൂടും. അപ്പം പുറത്ത് ഊഷ്മാവ് കൂടുതലായതുകൊണ്ട് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് തന്നെ അവസാനിപ്പിക്കുകയോ വളരെ നീണ്ട കാലത്തേക്ക് നിർത്തുകയോ ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താരതമ്യേന ഊഷ്മാവ് കുറവുള്ള രാത്രികാലങ്ങളിൽ, പകൽ സമയങ്ങളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാമ്പുകൾ രാത്രികാലങ്ങളിലേക്ക് അവരുടെ ആക്ടിവിറ്റി, പകൽ സമയം, ചൂടുള്ള പകൽ സമയം അവർ ഒതുങ്ങിയിരിക്കുകയും രാത്രികാലങ്ങളിൽ അവർ പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഊഷ്മാവ് വളരെയധികം വർദ്ധിച്ചാൽ, നമ്മൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ജീവിവർഗം തന്നെ ഇല്ലാതെയായി പോകാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് പാമ്പുകൾ എന്നുള്ളതുകൊണ്ട് ഊഷ്മാവ് ഒരു ജീവിവർഗം എന്നുള്ള നിലയിൽ അവരെ നമ്മളെക്കാൾ കൂടുതൽ ബാധിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഊഷ്മാവിനനുസരിച്ച് അവരുടെ ജീവിത രീതികൾ അവർ ക്രമീകരിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല പാമ്പുകളും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല പാമ്പുകളും സെക്ടോറിയൽ ആയിട്ടുള്ള ജീവിത രീതിയുള്ള ഒരു പ്രദേശത്ത് തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പാമ്പുകളുണ്ട്. ആ പ്രദേശത്ത് നിന്നും അവയെ മറ്റെന്തെങ്കിലും കാരണത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട് വയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ പ്രദേശത്ത് നിന്നും പാമ്പുകളെ കുടിയൊഴിപ്പിച്ചാൽ പോലും പതിയെ പതിയെ ആ പാമ്പുകൾ ആ പ്രദേശത്ത് തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ വീട്ടിൽ കെട്ടുറപ്പൊക്കെ കുറവാണെങ്കിൽ പാമ്പ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാമ്പ് കടിയുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാമ്പ് കടി ഏൽക്കുന്ന സമയം നവംബർ ഡിസംബർ സമയത്തും ഏപ്രിൽ മെയ് സമയത്തുമാണ്. ഈ 2 സമയങ്ങളിൽ പാമ്പ് കടി വളരെ കൂടുതലായിട്ട് പണ്ട് മുതലേ കണ്ടുവരാറുണ്ട്. അതിലേറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നത് പാമ്പിൻ്റെ ജീവിതചക്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷപ്പാമ്പുകളുടെ ഇണചേരുന്ന സമയം ഏതാണ്ട് നവംബർ ഡിസംബർ സമയത്തും അവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയം ഏതാണ്ട് ഏപ്രിൽ മെയ് സമയവുമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പാമ്പുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത ഏപ്രിൽ മെയ് സമയത്ത് വളരെ കൂടുതലാണ്. പലതും ചെറിയ പാമ്പുകളായിരിക്കും. ഈ പാമ്പുകൾ അവരുടെ മാളങ്ങൾ കണ്ടെത്തുന്നതിനും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനുമായിട്ട് ആദ്യ സമയങ്ങളിൽ വളരെ ആക്റ്റീവായിരിക്കും. ഒരു പൊട്ട വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന പാമ്പുകൾ വളരെയധികം സഞ്ചരിക്കുകയും പൊത്തുകളെന്ന് അവർക്ക് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം കടന്നെത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേ ഈ സമയത്ത് പാമ്പ് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സമയമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂട് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ്ലി, പരോക്ഷമായിട്ടുള്ള പല കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ പകൽ സമയത്തുള്ള പാമ്പുകൾ രാത്രികാലങ്ങളിൽ ആക്റ്റീവാകുന്നു എന്നുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തണുപ്പുണ്ടായിരുന്ന പൂർവ്വ സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ തിരിച്ചു വരാനുള്ള സാധ്യത, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പാമ്പ് കടിക്ക് ഈ സമയത്ത് കാരണമാകുന്നുണ്ടാകാം. അപ്പോൾ പാമ്പ് കടി ഏൽക്കാൻ സാധ്യതയുള്ള, അപ്പോൾ കേരളത്തിലെ വിഷമുള്ള പാമ്പുകൾ എപ്പോഴും നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും 4 പാമ്പുകളാണ്. നമ്മളതിനെ ബിഗ് 4 എന്ന് പറയും. അവയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതായിട്ടുള്ളത്. അതിലൊന്ന് മൂർഖൻ, മറ്റൊന്ന് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ എന്ന് പറഞ്ഞ പാമ്പ്, പിന്നെ 2 തരത്തിലുള്ള അണലികൾ, റസൽസ് വൈപ്പർ എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ തെക്കൻ കേരളത്തിൽ ചേനത്തണ്ടൻ എന്ന് പറയുന്ന വളരെ വലിയ പാമ്പുകൾ, മറ്റൊന്ന് കൂടുതലും പാലക്കാട് കാസർഗോഡ് മേഖലകളിൽ കാണപ്പെടുന്ന സ്കെയിൽഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന പാമ്പുകൾ. നമ്മളൊരുപക്ഷെ തെക്കൻ കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർ ആ പാമ്പിനെ അധികം കണ്ടിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, ചെറിയ പാമ്പാണ്. അപ്പോൾ ഈ 4 പാമ്പുകളാണ് കേരളത്തിൽ ഏറ്റവും വിഷമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട 4 പാമ്പുകൾ. ഇവയ്ക്കെതിരെയാണ് നമുക്ക് ആൻറ്റിവെനം ഉള്ളത്. ആൻറ്റിവെനത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇത് കൂടാതെ വിഷമുള്ള മറ്റു പാമ്പുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മറ്റൊരു വിഷപ്പാമ്പ് പിറ്റ് വൈപ്പേഴ്സ് എന്ന് പറയുന്ന കുഴിമണ്ഡലി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളാണ്. അതിൽ തന്നെ മുഴമൂക്കൻ കുഴിമണ്ഡലി അല്ലെങ്കിൽ ഹിപ്നോസ് വൈപ്പർ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ വിഷം ദംശിക്കുക എന്നുള്ളത് വളരെയധികം സാധാരണയായിട്ട് മനുഷ്യരുടെ ഇടയിൽ കാണപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, എല്ലാ ജീവികളെയും ഈ പാമ്പ് കടിക്കാം. അപ്പോൾ ആൻറ്റിവെനം, ഈ പാമ്പിനെതിരെ ആൻറ്റിവെനം ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് പല പാമ്പുകൾക്കെതിരെ നമ്മുടെ നാട്ടിൽ ആൻറ്റിവെനം ഇല്ല. അതിലൊന്ന് രാജവെമ്പാലയാണ്. രാജവെമ്പാല കാടുകളിൽ കാണപ്പെടുകയും മറ്റ് പാമ്പുകളെ ആഹരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അതിഭീകരനായിട്ടുള്ള, നമുക്കെല്ലാവർക്കും പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആളുകൾ രാജവെമ്പാലയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പാമ്പുകളാണ്. അപ്പോൾ അത് പൊതുവേ മനുഷ്യരെ കടിക്കാറില്ല. മനുഷ്യരെ കടിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ 3-4 പാമ്പ് കടി മാത്രമേ രാജവെമ്പാലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഒരെണ്ണം തിരുവനന്തപുരത്താണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. തിരുവനന്തപുരം സൂവിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് അവിടെ സൂവിൽ തന്നെ സൂക്ഷിച്ചിരുന്ന പാമ്പ് രാജവെമ്പാലയിൽ നിന്നും കടിയേൽക്കുകയായിരുന്നു. അത് പക്ഷേ എന്താ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൻറ്റിവെനം ഇല്ല, മറ്റൊന്ന് പലപ്പോഴും ആൻറ്റിവെനം ഉണ്ടായിട്ടും വലിയ പ്രയോജനമില്ല. കാരണം കടിയേൽക്കുന്ന സമയത്ത് തന്നെ ആൾ മരിച്ചു പോകാനാണ് സാധ്യത. മറിച്ച് ഇത്തരത്തിലുള്ള കടികൾ വളരെ കൂടുതലായിട്ടുള്ള
ആളുകളെ രക്ഷപ്പെടുത്താൻ ചെറിയൊരു സാധ്യത പോലും ഉപയോഗിക്കേണ്ടി വരുന്ന തായ്ലൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഇതിനെതിരെയുള്ള ആൻറ്റിവെനം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പാമ്പിനെതിരെയുള്ള ആൻറ്റിവെനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാമ്പ് കടിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, WHO പറയുന്നത് പാമ്പ് കടിക്കുമ്പോൾ ആ പാമ്പ് കടി വിഷമുള്ളതാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം വിഷമുള്ളതാണ് എന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. പാമ്പ് കടി വിഷമുള്ളതാകാനുള്ള സാധ്യത പല കാരണങ്ങളാൽ കുറവാണ്. അതിലൊന്ന്, കേരളത്തിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ 80% പാമ്പുകൾക്കും വിഷമില്ല എന്നുള്ളതാണ്. അതൊരു കാര്യം. രണ്ടാമത്, ബാക്കിയുള്ള 20% പോലും 50% കടികളും ഡ്രൈ ബൈറ്റ് എന്ന് നമ്മൾ പറയുന്ന വിഷം ഉള്ളിലേക്ക് ചീറ്റാത്ത കടികളാണ്. പാമ്പുകൾ പൊതുവിൽ കടിക്കുന്ന സമയത്ത് എപ്പോഴും വിഷം ചീറ്റണമെന്നില്ല. ഒന്ന്, വളരെ വലിയൊരു ശത്രുവിനെ അല്ലെങ്കിൽ ആഹാരത്തിനെ, ശത്രുവിനെ ഇമ്മൊബിലൈസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് വിഷം ചീറ്റുക. ഇമ്മൊബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന്, ശത്രു അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫെൻസീവായിട്ടുള്ള കടികൾ വിഷമുള്ളതായിരിക്കും. മറ്റൊന്ന്, ആഹാരത്തിന് വേണ്ടി കടിക്കുകയാണെങ്കിൽ പോലും ആ ഇര വളരെ വലുതാണ്, അല്ലെങ്കിൽ ഇര ഓടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് പാമ്പ് അങ്ങനെ ചിന്തിക്കുന്നതല്ല, അതിൻ്റെ റിഫ്ലക്സ് റിയാക്ഷൻ ആയിരിക്കാം. எனவே അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് വിഷപ്പാമ്പ് പോലും വിഷം ചീറ്റുന്ന കടികൾ കടിക്കുകയുള്ളൂ. കാരണം വിഷം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും വിഷം ഉണ്ടായി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. രാജവെമ്പാലയ്ക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷക്കടികൾ വളരെ അപൂർവമാണ്. പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവുള്ള പരിപാടിയാണ് ഈ വിഷമുള്ള കടി കടിക്കുക എന്നുള്ളത്. എളുപ്പത്തിൽ കടിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഡ്രൈ ബൈറ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഷമില്ലാത്ത കടികൾ, വിഷപ്പാമ്പാണെങ്കിൽ പോലും വിഷമില്ലാത്ത കടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.